എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചാണ്. ഒരുപാട് പോരാട്ടങ്ങൾക്ക് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നോ? ഇല്ല. പുതിയൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളികളെ നമ്മുടെ നേതാക്കൾ എങ്ങനെ നേരിട്ടുവെന്നും സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയായി മാറിയതെന്നും നമുക്ക് നോക്കാം. റെഡിയല്ലേ എല്ലാവരും? നമുക്ക് തുടങ്ങാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനം. ഡൽഹിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. ടോങ്കകളിലും കാളവണ്ടികളിലും ട്രക്കുകളിലുമൊക്കെയായി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ജനക്കൂട്ടം. ബ്രിട്ടീഷുകാർ പോകുന്നു. നെഹ്റു പുതിയ പതാക ഉയർത്താൻ പോകുന്നു. നമ്മൾ സ്വതന്ത്രരായി എന്നവർ ആർത്തുവിളിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് ഒരു വലിയ സങ്കടത്തിന്റെ നിഴലുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അതെ, ഇന്ത്യയുടെ വിഭജനം. ഇന്ത്യയും പാകിസ്ഥാനുമായി നമ്മുടെ രാജ്യം രണ്ടായി മുറിക്കപ്പെട്ടു. അതുകൊണ്ട് ആദ്യത്തെ സ്വാതന്ത്ര്യദിനം സന്തോഷത്തിന്റെ മാത്രമല്ല, ദുഃഖത്തിന്റെ കൂടി ദിവസമായിരുന്നു. വിഭജനത്തിന്റെ അതിർത്തിരേഖ വരയ്ക്കാനുള്ള ചുമതല ലണ്ടനിലെ ഒരു വക്കീലായ സിറിൽ റാഡ്ക്ലിഫിനായിരുന്നു. തമാശ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അതിനു മുൻപ് ഇന്ത്യയിൽ വന്നിട്ടേയില്ല. വെറും 5 ആഴ്ച കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു വര വരച്ച് 2 രാജ്യങ്ങളെ ഉണ്ടാക്കിയത്. ഈ വര റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെട്ടു. പഞ്ചാബും ബംഗാളും രണ്ടായി മുറിക്കപ്പെട്ടു. പടിഞ്ഞാറൻ പഞ്ചാബ് പാകിസ്ഥാനിലും കിഴക്കൻ പഞ്ചാബ് ഇന്ത്യയിലും. പടിഞ്ഞാറൻ ബംഗാൾ ഇന്ത്യയിലും കിഴക്കൻ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശ് ആയുമായി മാറി. ഈ വിഭജനം വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. വഴിനീളെ വലിയ കലാപങ്ങൾ നടന്നു. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ എന്നിവിടങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത്. റാവൽപിണ്ടിയിലെ തോവ ഖൽസ എന്ന ഗ്രാമത്തിൽ തങ്ങളെ പ്രതിരോധിക്കാൻ പുരുഷന്മാർക്ക് കഴിയില്ലെന്നു വന്നപ്പോൾ 90 സ്ത്രീകൾ ഒരു കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം വിഭജനത്തിന്റെ ഭീകരത വെളിവാക്കുന്നു. ഈ ദുരന്തങ്ങൾക്കിടയിലാണ് രാജ്യത്തിന് മറ്റൊരു വലിയ ആഘാതമുണ്ടാകുന്നത്. 1948 ജനുവരി 30 ഹിന്ദു മുസ്ലിം ഐക്യത്തിനുവേണ്ടി നിലകൊണ്ട നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വർഗീയവാദി വെടിവെച്ചുകൊന്നു. ആ വാർത്തയറിഞ്ഞ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു റേഡിയോയിലൂടെ രാജ്യത്തോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണം രാജ്യത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെ ഒരുപാട് വെല്ലുവിളികളുമായാണ് സ്വതന്ത്ര ഇന്ത്യ അതിന്റെ യാത്ര തുടങ്ങിയത്. എന്തൊക്കെയായിരുന്നു ആ വെല്ലുവിളികളെന്ന് നോക്കാം. ഒന്നാമതായി, വിഭജനം കാരണം വന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കണം. രണ്ടാമതായി, ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഇന്ത്യയിൽ 500-ലധികം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അവയെയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കണം. മൂന്നാമതായി, പോർച്ചുഗീസ്, ഫ്രഞ്ച് ശക്തികളുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കണം. നാലാമതായി, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർസംഘടിപ്പിക്കണം. അഞ്ചാമതായി, ബ്രിട്ടീഷുകാർ തകർത്ത് തരിപ്പണമാക്കിയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തണം. അവസാനമായി, ഒരു സ്വതന്ത്ര വിദേശനയം രൂപീകരിക്കണം. ഹോ, എന്തോരം ജോലികളാണല്ലേ! ആദ്യം അഭയാർത്ഥികളുടെ കാര്യമെടുക്കാം. പാകിസ്ഥാനിൽ നിന്ന് ഏകദേശം 60 ലക്ഷം ആളുകളാണ് ഇന്ത്യയിലേക്ക് വന്നത്. സർക്കാർ അവർക്ക് താമസ സൗകര്യവും ജോലിയും നൽകി. 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു. എന്നാൽ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നു. 1971 ബംഗ്ലാദേശ് രൂപീകൃതമായതോടെയാണ് അതിനൊരു താൽക്കാലിക പരിഹാരമായത്. അടുത്തു വലിയ വെല്ലുവിളിയായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 565 നാട്ടുരാജ്യങ്ങൾ. അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. ഇതൊരു വലിയ തലവേദനയായിരുന്നു. ഈ ദൗത്യം ഏറ്റെടുത്തത് ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ VP മേനോനുമായിരുന്നു. അവർ നാട്ടുരാജാക്കന്മാരുമായി ചർച്ചകൾ നടത്തി അവരെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ പ്രേരിപ്പിച്ചു. ഇതിനായി ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ വിസമ്മതിച്ചു.
അവരെ അനുനയ ചർച്ചകളിലൂടെയും സൈനിക നടപടിയിലൂടെയും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി. നാട്ടുരാജാക്കന്മാർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടതിനു പകരമായി സർക്കാർ അവർക്ക് വർഷം തോറും ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇതിനെയാണ് പ്രിവി പേഴ്സ് എന്നു പറയുന്നത്. പിന്നീട് 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇത് നിർത്തലാക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പുതുച്ചേരി, മാഹി, കാരൈക്കൽ, യാനം, ചന്ദ്രനഗർ തുടങ്ങിയ സ്ഥലങ്ങൾ ഫ്രഞ്ചുകാരുടെയും ഗോവ, ദാമൻ, ദിയു എന്നിവ പോർച്ചുഗീസുകാരുടെയും കയ്യിലായിരുന്നു. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തുടർന്ന് 1954 ഫ്രാൻസ് തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഇന്ത്യക്ക് കൈമാറി. പക്ഷേ പോർച്ചുഗീസുകാർ വിടാൻ തയ്യാറായില്ല. അവസാനം 1961 ഒരു സൈനിക നടപടിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നിവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ഭൂപടം പൂർത്തിയായി. സ്വാതന്ത്ര്യസമരകാലത്ത് തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ജനങ്ങളുമായി എളുപ്പത്തിൽ സംവദിക്കാനും സംസ്കാരം വളർത്താനും ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് നേതാക്കൾ മനസ്സിലാക്കി. സ്വാതന്ത്ര്യാനന്തരം ഈ ആവശ്യം വീണ്ടും ഉയർന്നു. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി പോട്ടി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാരത്തിനടുവിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. തുടർന്ന് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. ഇതിനെ തുടർന്ന് സംസ്ഥാനങ്ങളുടെ പുനർസംഘടനയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 പാർലമെന്റ് സംസ്ഥാന പുനർസംഘടനാ നിയമം പാസാക്കി. അങ്ങനെ 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. നമ്മുടെ കേരളവും അങ്ങനെ രൂപം കൊണ്ടതാണ്. ഇനി നമുക്ക് സാമ്പത്തിക രംഗത്തേക്ക് വരാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒരുപാട് ചൂഷണം ചെയ്തതുകൊണ്ട് നമ്മുടെ സമ്പദ്വ്യവസ്ഥ തകർന്നിരുന്നു. ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവും രൂക്ഷമായിരുന്നു. ഇതു പരിഹരിക്കാനായി നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. 1951 പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമായി. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത്. കൃഷിക്കും വ്യവസായത്തിനും ജലസേചനവും വൈദ്യുതിയും അത്യാവശ്യമായിരുന്നു. ഇതിനായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കൂറ്റൻ അണക്കെട്ടുകൾ നിർമ്മിച്ചു. സത്ലജ് നദിയിലെ ഭക്രാനങ്കൽ, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ് എന്നിവ പ്രധാനപ്പെട്ടവയാണ്. ഈ അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61 വ്യവസായ വികസനത്തിന് ഊന്നൽ നൽകി. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ പൊതുമേഖലയിൽ വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥാപിച്ചു. ഒഡീഷയിലെ റൂർക്കേല, ജർമ്മനിയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലെ ഭിലായ്, സോവിയറ്റ് യൂണിയൻ, പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ, ബ്രിട്ടൻ, ഝാർഖണ്ഡിലെ ബൊക്കാറോ, സോവിയറ്റ് യൂണിയൻ എന്നിവയൊക്കെ അങ്ങനെ സ്ഥാപിച്ചതാണ്. കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്നായിരുന്നു ഭൂപരിഷ്കരണം. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ജന്മിത്വം അവസാനിപ്പിച്ചു. അധികമുള്ള ഭൂമി ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്തു. ഇത് ദാരിദ്ര്യം കുറയ്ക്കാൻ സഹായിച്ചു. 1960കളിൽ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാൻ ലക്ഷ്യമിട്ട് ചില വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹരിതവിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ. ഉയർന്ന വിളവ് തരുന്ന വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, ആധുനിക യന്ത്രങ്ങൾ എന്നിവയുപയോഗിച്ച് കാർഷിക ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ധവളവിപ്ലവവും അഥവാ വൈറ്റ് റവല്യൂഷൻ. അതിന്റെ അമരക്കാരൻ മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യനായിരുന്നു. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ നീലവിപ്ലവവും നടപ്പിലാക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ ബാങ്കുകൾ വലിയ വ്യവസായികളുടെയും പണക്കാരുടെയും കയ്യിലായിരുന്നു. സാധാരണക്കാർക്ക് ലോൺ കിട്ടാൻ വലിയ പാടായിരുന്നു. ഈ അവസ്ഥ മാറ്റാൻ 1969 ഇന്ദിരാഗാന്ധി സർക്കാർ 14 പ്രധാന ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഇത് സാധാരണക്കാർക്കും കർഷകർക്കും ബാങ്കിംഗ് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കി. ഇനി വിദ്യാഭ്യാസ രംഗം നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ പല കമ്മീഷനുകളെയും നിയമിച്ചു.
1948-ലെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാലാ വിദ്യാഭ്യാസത്തെക്കുറിച്ചും 1952-ലെ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ചും 1964-ലെ ഡോക്ടർ ഡി.എസ്. കൊത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിന്റെ ഒരു ദേശീയ മാതൃകയെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ഇവയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു. ശാസ്ത്രസാങ്കേതിക രംഗത്തും ഇന്ത്യ വലിയ മുന്നേറ്റങ്ങൾ നടത്തി. ശാസ്ത്രീയമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് നെഹ്റുവിന്റെ സ്വപ്നമായിരുന്നു. ഇതിനായി അദ്ദേഹം ഹോമി ജെ ബാബ, മേഘനാഥ് സാഹ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ സഹായം തേടി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾക്ക് അക്കാലത്ത് അടിത്തറയിട്ടു. 1994-ൽ രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടത്തി. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ രഹസ്യനാമം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ഇന്ന് ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ്. 1969-ൽ സ്ഥാപിച്ച ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഹോമി ജെ ഭാഭയും വിക്രം സാരാഭായുമായിരുന്നു ഇതിന്റെ അമരക്കാർ. 1975-ൽ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചു. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ഇന്ത്യയുടെ യശസ്സ് വാനോളം ഉയർത്തി. മിസൈൽ സാങ്കേതികവിദ്യയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിനെയാണ് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. എന്ത് രസമുള്ള കാര്യങ്ങളാണല്ലേ! ഇന്ത്യയുടെ വിദേശനയത്തിന്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റുവായിരുന്നു. ലോകസമാധാനത്തിന് ഊന്നൽ നൽകുന്ന ഒരു നയമാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. അതിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്രാജ്യത്വത്തോടും വർണ്ണവിവേചനത്തോടുമുള്ള അനിയത്രത്ത്, മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, സമാധാനപരമായ സഹവർത്തിത്വം, ചേരിചേരാ നയം എന്നിവ. രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ലോകം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ 2 ചേരികളായി തിരിഞ്ഞപ്പോൾ ഇന്ത്യ ഒരു ചേരിയിലും ചേരാതെ സ്വന്തമായൊരു നിലപാട് സ്വീകരിച്ചു. ഇതാണ് ചേരിചേരാ നയം, അഥവാ നോൺ അലൈൻഡ് മൂവ്മെന്റ്. 1984-ൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളും നമ്മുടെ വിദേശനയത്തിന്റെ അടിസ്ഥാന ശിലകളാണ്. ഇനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. സ്വതന്ത്ര ഇന്ത്യയിൽ കേരളം അതിന്റേതായൊരു വികസന മാതൃക സൃഷ്ടിച്ചു. അമർത്യ സെൻ പോലും കേരളത്തെ പ്രശംസിച്ചിട്ടുണ്ട്. 1956 നവംബർ 1-നാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് ഐക്യകേരളം രൂപം കൊണ്ടത്. 1957-ൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നു. കേരളം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു. ജന്മിത്തം അവസാനിപ്പിക്കുകയും കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ അവകാശം നൽകുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തും കേരളം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. സാർവത്രികവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം, ഗ്രന്ഥാലയ പ്രസ്ഥാനം, സാക്ഷരതാ യജ്ഞങ്ങൾ എന്നിവയിലൂടെ 1991 ഏപ്രിൽ 18-ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറി. ആരോഗ്യരംഗത്തും കേരളം ലോകോത്തര നിലവാരം പുലർത്തുന്നു. കുറഞ്ഞ ശിശുമരണനിരക്ക്, കുറഞ്ഞ മാതൃമരണനിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം എന്നിവയൊക്കെ നമ്മുടെ നേട്ടങ്ങളാണ്. കുറഞ്ഞ ആളോഹരി വരുമാനമുണ്ടായിട്ടും മനുഷ്യവികസന സൂചികയിൽ ഉയർന്ന സ്ഥാനത്തെത്താൻ കേരളത്തിന് സാധിച്ചു. ഇത് കേരളം മോഡൽ എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800-606-66363 എന്ന നമ്പറിൽ വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.